ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ മടങ്ങ് ഇന്ത്യയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് PS4 സ്പൈഡർമാൻ വെബ് ഷൂട്ടറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു വെബ് ഷൂട്ടർ അല്പം സ്ട്രോങ് ആണ്. അതിന് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന വെബ് ഷൂട്ടറേക്കാളും അല്പം സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള വെബ് ഷൂട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ് ഷൂട്ടർ ഉണ്ടാക്കാനുള്ള ആദ്യത്തെ മെറ്റീരിയൽ. ഇത് ഞാൻ PVC പൈപ്പ് നിവർത്തിയെടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് ടെംപ്ലേറ്റ് എടുത്ത് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ എക്സ്ട്രാ ലൈനും കാര്യങ്ങളും വരയ്ക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ വരച്ച ലൈനുകളും പിന്നെ ആ ടെംപ്ലേറ്റ് ഒഴിച്ച് ബാക്കിയുള്ള സൈഡുകൾ നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇനി നമ്മുടെ ബോഡി ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതാ ഇതുപോലെ. ഇപ്പോൾ നമ്മുടെ കൈക്ക് നല്ല സൂട്ടബിളാണ്. നിങ്ങളുടെ കൈക്ക് സൂട്ടബിൾ ആകുന്ന രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ എക്സ്ട്രാ വരച്ച ആ ഒരു ലൈനിൻ്റെ പാർട്ട് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ബുള്ളറ്റ്. ഇത് നമ്മുടെ മാക്സിമത്തിൻ്റെ വെബ് ഷൂട്ടർ ഉണ്ടാക്കിയപ്പോൾ യൂസ് ചെയ്ത അതേ ബുള്ളറ്റ് തന്നെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ, ജസ്റ്റ് പോയി കാണുക. ഇനി നമ്മുടെ സ്പ്രിങ്ങും കാര്യങ്ങളും ലോഡ് ചെയ്യുന്ന ആ ഒരു പാർട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റോളിലേക്ക് നമ്മുടെ ബുള്ളറ്റ് ഇറക്കി വെക്കുമ്പോൾ ഈ സ്പ്രിങ് ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പെൻ എടുത്തിട്ടുണ്ട്. ഈ പെന്നിൻ്റെ ബാക്കി വരുന്ന ഈ ഒരു പാർട്ട്, അതായത് നമ്മുടെ സ്പ്രിങ് ലോഡ് ചെയ്യുന്ന ടൈമിൽ സ്പ്രിങ് മാത്രം സ്റ്റോപ്പായിട്ട് നമ്മുടെ ബുള്ളറ്റിൻ്റെ പാർട്ട് മാത്രം പുറകിലേക്ക് വരുന്നുണ്ട്. ഇത് നമ്മുടെ ബോഡിയിലേക്ക് നമ്മുടെ ഈ ഒരു പാർട്ട് ഒട്ടിച്ച് വെക്കണം. ഇത് നമ്മുടെ ബുള്ളറ്റ് ലോക്ക് ആവുന്ന ആ ഒരു സെക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ റോളിൻ്റെ സൈസും പിന്നെ നമ്മുടെ ബുള്ളറ്റിൻ്റെ സൈസും വെച്ചിട്ട് നമ്മൾ ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നടുക്ക് ചെറിയൊരു ഹോളും കൂടി ഇടണം. ഇതാണ് നമ്മുടെ ലോക്ക്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ചെറിയൊരു സ്പ്രിങ് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ നാനോനെൽ, അതായത് ചൂണ്ടെന്നൂല് നമ്മളതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ മുമ്പ് എടുത്തിരുന്ന ആ ഒരു PVC പൈപ്പിൻ്റെ ഷീറ്റാണ്. ഇനി അതും കൂടെ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോക്കും കാര്യങ്ങളും അവിടെ സെറ്റാണ്. ഇനി നമ്മുടെ വെബ് ഷൂട്ടറിൻ്റെ സ്ട്രാഫ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു പഴയ വാച്ചിൻ്റെ സ്ട്രാഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രാഫ് നമുക്ക് അതിലേക്ക് സെറ്റ് ചെയ്യണം. അതിലേക്ക് ഞാൻ ഒരു മെറ്റലിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ആ റോളിലേക്ക് നമ്മൾ ചെറിയൊരു കമ്പിയുടെ പീസ് സെറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് സേഫ്റ്റി. ഓക്കെ, ഇനി നമുക്കിത് നേരെ നമ്മുടെ വെബ് ഷൂട്ടറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ നോർമൽ വാച്ച് പോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ ഇടാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വെബ് കാറ്ററേജ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ മുമ്പേ എടുത്ത ആ ഒരു പേനയുടെ ബോഡി യൂസ് ചെയ്യുകയാണ്. 2.5 സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഉണ്ടാക്കിയിരുന്ന ആ ഒരു മോഡൽ വെബ് കാറ്ററേജാണ് നമ്മളിപ്പോഴും ഉണ്ടാക്കുന്നത്. ഓക്കെ, കാരണം നമുക്ക് കുറഞ്ഞ സൈസിൽ കൂടുതൽ ത്രെഡ് അതിൽ ലോഡ് ചെയ്യാൻ സാധിക്കും.
ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വെബ് ക്യാറ്റ് വെക്കാനുള്ള ചെറിയൊരു ലോക്കാണത്. അത് നമുക്ക് നമ്മുടെ വെബ് ഷൂട്ടറിൽ ഒട്ടിച്ച് വെക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന പെയിൻറ്റ് വാട്ടർ കളറോ അല്ലെങ്കിൽ ഓയിൽ പെയിൻ്റ് ഒന്നും അല്ല. നമ്മൾ സാമ്പിൾ പെയിൻ്റാണ്, അതായത് നമ്മുടെ മെറ്റലിനൊക്കെ അടിക്കാൻ യൂസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു പെയിൻ്റാണ്. ഓക്കെ, വാട്ടർ പ്രൂഫാണ്. ഓക്കെ, ഓക്കെ, ഇനി നമ്മുടെ വെബ് ഷൂട്ടർ അങ്ങനെ ലോഡ് ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെബ് ക്യാറ്റ് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിരുന്നു. ഓക്കെ, ഇതുപോലെ ക്യാപ്പൊക്കെ സെറ്റ് ചെയ്തിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഉണ്ടായിരുന്ന പോലെ തന്നെ നമ്മൾ ലോഡ് ചെയ്തെടുക്കണം. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലേ, ജസ്റ്റ് പോയി ആ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്തതാണ്. പിന്നെ നിങ്ങൾ ഈ വൺ മോട്ട കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ആ ഒരു ഓൾ എന്നുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.